ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നന്ദൻ്റെ തിരോധാനത്തിന് പിന്നാലെ പുതിയ തെളിവുകളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നന്ദൻ്റെ ബെഡ്റൂമിൽ നിന്നും തൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന രീതിയിൽ ഒരു ഡയറി കിട്ടുന്നുണ്ട്. ഏതായാലും ഇതോടുകൂടിയിട്ട് ശത്രുക്കളൊക്കെ തന്നെ ആകെ പേടിച്ചിരിക്കുകയാണ്. അരുന്ധതി കാണുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതായത് അഴിക്കാൻ ശ്രമിക്കും തോറും പ്രശ്നങ്ങളൊക്കെ തന്നെ ഭയങ്കരമായി കൊണ്ടിരിക്കുകയാണ്. നന്ദൻ്റെ തിരോധാനത്തിന് പിന്നാലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഇതെന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുടെ തുടക്കമാണ് എന്നൊരു കാര്യം അരുന്ധതി മനസ്സിലാക്കുന്നുണ്ട്. നന്ദൻ്റെ ഡയറി കണ്ടിട്ട് പ്രഭാവതിയും രജനിയും ആകെ തകർന്നു പോവുകയാണ്. നന്ദൻ ഇനി ആത്മഹത്യ ചെയ്തോ എന്നൊരു കാര്യം അവർ കാണുന്നുണ്ടെങ്കിൽ നല്ലോണം ഡൗട്ടാവുന്നുമുണ്ട്. ഇതിനിടയിൽ ശാരിക എന്നുണ്ടെങ്കിൽ കെവിനെ കണ്ടിട്ട് നന്ദനെ പറ്റി പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുമോ എന്നതിന് വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ കെവിനാണെന്നുണ്ടെങ്കിൽ തനിക്ക് ഒന്നും അറിയില്ല, ഇസബെല്ലക്കും ഇതിന്റെ പിന്നിൽ ഒന്നുമില്ല എന്നെല്ലാം ഇങ്ങനെ ശാരികയോട് പറയുന്നുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും ശാരിക എന്നുണ്ടെങ്കിൽ കെവിനേട്ടന് ഇപ്പോഴും എന്നോട് സ്നേഹമില്ല, അതുകൊണ്ടല്ലേ എന്നോടൊന്നും പറയാത്തത് എന്ന് പറയുന്നുണ്ട്. എങ്കിലും എനിക്ക് സത്യമായിട്ടും ഒന്നും അറിയില്ല ശാരി എന്നെല്ലാം ഇങ്ങനെ കെവിൻ ഉറപ്പിച്ച് പറയുകയാണ്. പിന്നീട് പ്രഭാവതി എന്നുണ്ടെങ്കിൽ വീണ്ടും മുരളിയെ കാണാൻ പോകുന്നുണ്ട്. എന്നിട്ട് നന്ദനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. സത്യം പറയും മുരളി, നിനക്ക് എന്തെങ്കിലും നന്ദനെ പറ്റി അറിയാമോ? അച്ഛൻ എവിടെയാണെന്ന് വല്ല സൂചനയും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മുരളിയുടെ മറുപടി, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ആൻറ്റി, എപ്പോഴും അവൻ എവിടെയാണെന്ന് അറിയില്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും ഈയിടെയായിട്ടൊന്നും തന്നെ മിണ്ടാറില്ല. നന്ദൻ എവിടെയാണെന്ന് എനിക്കറിയാമെങ്കിൽ അവനെ ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ എന്ന് പ്രഭാവതിയോട് പറയുന്നുണ്ട്. പക്ഷെ പ്രഭാവതിക്ക് എല്ലാവരും ചേർന്നിട്ട് തന്നെ ചതിക്കുകയാണോ പറ്റിക്കുകയാണോ എന്ന് തോന്നിയിട്ട് ആകെ വിഷമത്തിൽ നിൽക്കുകയാണ്. ഇതിന്റെ ഇടയിൽ അരുന്ധതിയുടെ വീട്ടിലെ സിപിയും ഋഷിയും അതേപോലെ തന്നെ കെവിനും ഇസബെല്ലയും നന്ദൻ എവിടെയായിരിക്കും എന്നൊരു കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിലാണ് സിപി ദേവിക പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. അതായത് നന്ദന്റെ ബെഡ്റൂമിൽ നിന്നും ഡയറി കുറിപ്പ് കിട്ടുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ തനിക്ക് പകയുള്ളത് അരുന്ധതിയോടാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ അരുന്ധതി ഒരു കാര്യം പറയുന്നുണ്ട്. ദേവികയ്ക്ക് നന്ദനെ കാണാതായിട്ടും ഒരു ടെൻഷനുമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ദേവിക തന്നെയായിരിക്കും നന്ദനെ മാറ്റിയിരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഇസബെല്ല ചോദിക്കുന്നു, നന്ദൻ ആത്മഹത്യ ചെയ്തു എന്നാണോ ആൻറ്റി ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അരുന്ധതി മറുപടിയായിട്ട് പറയാണ്, ആത്മഹത്യ ചെയ്തു എന്നത് ദേവിക പറഞ്ഞ ഒരു കഥ മാത്രമാണ്. നമ്മളെല്ലാവരും ചേർന്ന് പറ്റിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ അവരുടെ എന്തോ പ്ലാൻ തന്നെയാണ് നടക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. അവർക്കിടയിൽ മറ്റൊരു സംശയം കൂടി വരുന്നുണ്ട്. നന്ദന് പ്രതികാരമുള്ള ആൾക്കാരുടെ പട്ടികയിൽ ഇനി ഇസബെല്ലയും കെവിനും ഉണ്ടാകുമോ എന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് നല്ല പേടിയാവുകയാണ്. ഏതായാലും ഈ ഒരു നാടകത്തിന് എന്തായാലും അവസാനം വേണം. ആ ദേവികയ്ക്കും നന്ദനും എന്തായാലും ഒരു തിരിച്ചടി കൊടുക്കണം. നന്ദൻ എന്തൊക്കെയോ കാര്യങ്ങൾ നേരത്തെ തന്നെ അറിയാമായിരുന്നു, എന്നിട്ടും അവൻ നമ്മുടെ മുന്നിലൊക്കെ അഭിനയിച്ചു. ഇതിനുള്ള തിരിച്ചടിയൊക്കെ ഞാൻ തന്നെ കൊടുക്കുമെന്ന് ഇസബെല്ല പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഋഷി വിചാരിക്കുകയാണ്, തനിക്ക് വിലപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ നാടകത്തിന് ഒരു അവസാനം കുറിക്കാതെ ഞാൻ മടങ്ങില്ല എന്ന് തീരുമാനിക്കുന്നു. ഏതായാലും ഇതിന്റെ ഇടയിൽ ദേവിക മുരളിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതോടുകൂടി ദേവികയും മുരളിയും ചേർന്നാണോ നന്ദനെ മാറ്റിയിരിക്കുന്നത് എന്ന കാര്യം ശക്തമാവുകയാണ്. പ്രഭാവതി ആ ഡയറി വീണ്ടും വീണ്ടും വായിച്ച് വിഷമിക്കുന്നുണ്ട്. ഇതിലൂടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നന്ദൻ ഒരിക്കലും ആത്മഹത്യ ചെയ്തിട്ടില്ല, മറിച്ച് ദേവികയുടെയോ മുരളിയുടെയോ അടുത്ത് തന്നെ നന്ദൻ സുരക്ഷിതമായി ഇരിക്കുന്നുണ്ട്. ഇത്രയും നാൾ ഇസബെല്ലയും കെവിനും ഋഷിയും എല്ലാവരും ചേർന്ന് നന്ദനെ എങ്ങനെയാണോ പറ്റിച്ചത്, അതേപോലെ തന്നെ നന്ദനും ദേവികയും ചേർന്ന് തിരിച്ചടി കൊടുക്കുകയാണെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വരാൻ പോകുന്ന എപ്പിസോഡുകളുടെ റിവ്യൂസിന് ഈ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ ചാനൽ. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.